സുഹൃത്തുക്കളെ, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് അത്തിപ്പഴം. കണ്ടില്ലേ? ചിലപ്പോൾ നമ്മുടെ റോഡുകളിൽ കാണാം സൈഡിൽ ഈ അത്തിപ്പഴം നിറച്ചുണ്ടായി കിടക്കുന്നു, അങ്ങനെ ചീത്തയായി പോകുന്നു. ഇതുകൊണ്ടിന്നൊരു തോരൻ ഞാൻ വെക്കാൻ പോവാണ്, അതായത് ഉപ്പേരി. ഇന്ന് രാത്രി എൻ്റെ വിഭവം ഇതാണ്. നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടാണ് ഉപ്പേരി വെക്കുന്നത്. എങ്ങനെയാവും നമുക്ക് അറിയില്ല. ഉപ്പേരി വെക്കുന്നു കേട്ടു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു. എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. ഓക്കെ, പഴത്തിൻ്റെ തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് കറ പോക്കി അതിൻ്റെ ഉള്ളിലത്തെ ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത പണി നോക്കാം. പീസെടുത്ത് ചെറുതാക്കി കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി കുക്കറിൽ ഒരു 2 വിസിൽ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നമ്മൾ അത്തിപ്പഴം മുറിച്ച് ഉപ്പും മഞ്ഞളിട്ട് കുക്കറിൽ ഇനി ഒരു വിസിൽ, 1 or 2 വിസിൽ മാക്സിമം. ഇനി ബാക്കി കഴിഞ്ഞിട്ട് കാണാം. നമ്മൾ കുക്കറിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇത് ഇടിക്കുത്തിയിലിട്ടിട്ട് ചതക്കിയാണ്. ഒരു സവാള, ഒരു വറ്റൽമുളക്, കുറച്ച് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം പാടി കൂട്ടിയിട്ട് താളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു അരമുറി തേങ്ങ ഇട്ട് ആദ്യം ഇളക്കി. അരമുറി തേങ്ങയും എല്ലാം നമ്മൾ കൂട്ടിയ സാധനങ്ങളുണ്ട്. മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കാരണം നമ്മൾ കുക്കറിലിട്ട് അടിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടാട്ടോ. വളരെ കുറച്ച് മല്ലിപ്പൊടി. കുറച്ച് ഗരം മസാല കേട്ടോ, വളരെ കുറച്ച് മതി. നമ്മുടെ എല്ലാ മസാല കൂട്ടുകളൊക്കെ ആയി. ഇനി കുറച്ച് നേരം നമുക്ക് മൂടി വെക്കാം. നല്ലോണം ഇളക്കി മറിച്ചതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെക്കാം. അതൊക്കെ സെറ്റാവും. ഫൈനലി നമ്മുടെ അത്തിപ്പഴം ഉപ്പേരി അല്ലെങ്കിൽ തോരൻ നല്ല സ്മെല്ലുണ്ട്, നല്ല സൂപ്പറാണ്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക. എൻ്റെ വീഡിയോ കണ്ടവരെല്ലാവരും ഒന്ന് വെച്ച് നോക്കുക. നന്നാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കഴിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.